കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് വഖഫ് ഭേദഗതി ബില്ല്. പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ കൂടുതൽ പരിശോധനയ്ക്കായി JPC കൈമാറിയ വാർത്തയും നമ്മൾ അറിഞ്ഞതാണ്. എന്താണ് JPC അഥവാ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി? ഒരു പ്രത്യേക ബില്ലുകൾ ചർച്ച ചെയ്യുന്നതിനോ സാമ്പത്തിക ക്രമക്കേടുകൾ പോലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനോ വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് ആണ് സംയുക്ത പാർലമെന്റ് കമ്മിറ്റികളെ രൂപീകരിക്കുന്നത്. ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ സമിതികൾ. ഒരു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി അഥവാ JPC ഒരു പ്രത്യേക പ്രശ്നം മുൻകൂട്ടി നിശ്ചയിച്ച സമയത്തേക്ക് പരിഗണിക്കുന്നതിനായി രൂപീകരിച്ച താൽക്കാലിക സംവിധാനമാണ്. ഒരു പ്രമേയം ഒരു സഭ അംഗീകരിക്കുകയും മറ്റേ സഭ പിന്തുണയ്ക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സംയുക്ത പാർലമെന്റ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. ഇരു സഭകളിലെയും അധ്യക്ഷനായ രണ്ട് മേധാവികൾക്ക് പരസ്പരം കമ്മിറ്റിയിൽ സേവനമനുഷ്ഠിക്കുന്നതിന് മറ്റ് സഭയിലെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തീരുമാനം മറ്റ് സഭയെ അറിയിക്കുന്നു. ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിച്ചിട്ടില്ല. അത് എല്ലാ സമയത്തും വ്യത്യാസപ്പെടാം. JPCയിലെ അംഗങ്ങളെ പാർലമെന്റ് ആണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. സംയുക്ത പാർലമെന്ററി സമിതിയിൽ 10 ലോക്സഭാ അംഗങ്ങൾ ഉണ്ടെങ്കിൽ 5 അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നും JPCയിലെ ആകെ അംഗങ്ങൾ 15 JPCക്ക് പല അധികാരങ്ങളും സംവിധാനങ്ങളുമുണ്ട്. ഒന്നാമതായി JPCക്ക് വിദഗ്ധരിൽ നിന്ന് വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ ശേഖരിക്കാനാകും. രണ്ടാമത് പാർലമെന്ററി കമ്മിറ്റികളുടെ നടപടികൾ രഹസ്യാത്മകമാണ്. കൂടാതെ സാധാരണയായി മന്ത്രിമാരെ തെളിവ് നൽകാൻ വിളിക്കാറില്ല. JPC അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കാം. JPCക്ക് അന്വേഷണത്തിന് താല്പര്യമുള്ള കക്ഷികളെ ക്ഷണിക്കാൻ കഴിയും. അതുമല്ലെങ്കിൽ JPCക്ക് ആളുകൾക്ക് മുന്നിൽ ഹാജരാകാൻ സമൻസ് അയക്കാനും കഴിയും. ഒരാൾ സമൻസ് അനുസരിച്ചില്ലെങ്കിൽ അത് സഭയോടുള്ള അവഹേളനമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ തെളിവുകൾ ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഏത് തർക്കത്തിലും സ്പീക്കർക്ക് അന്തിമ വാക്കുണ്ട്. മറ്റൊന്ന്, ഏതെങ്കിലും വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു രേഖ ഹാജരാക്കുന്നത് ഭരണകൂടത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്ന് സർക്കാർ കരുതുന്നുവെങ്കിൽ സർക്കാരിന് പോലും രേഖകളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കാൻ സാധിക്കും. 87 ഓഗസ്റ്റിൽ ബോഫോഴ്സ് അഴിമതി അന്വേഷിക്കാൻ രൂപീകരിച്ചതാണ് ആദ്യത്തെ JPC. കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായ P. ശങ്കരാനന്ദനായിരുന്നു അധ്യക്ഷൻ. 1987 ഓഗസ്റ്റ് 6 അന്നത്തെ പ്രതിരോധ മന്ത്രി KC പന്ത് ലോക്സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപീകരിച്ചത്. ഒരാഴ്ചയ്ക്ക് ശേഷം രാജ്യസഭ ഇത് അംഗീകരിച്ചു. 1988 ഏപ്രിൽ 26 50 സിറ്റിംഗുകൾ നടത്തി റിപ്പോർട്ട് നൽകി. JPC റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചെങ്കിലും പ്രതിപക്ഷം ഇത് തള്ളിക്കളയുകയായിരുന്നു. 1992 ഓഗസ്റ്റിലാണ് രണ്ടാമത്തെ JPC രൂപീകരിച്ചത്. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാം നിവാസ് മിർദയാണ് ഇതിന്റെ അധ്യക്ഷൻ. ഹർഷാദ് മേത്ത അഴിമതിക്ക് ശേഷം സെക്യൂരിറ്റീസ്, ബാങ്കിംഗ് ഇടപാടുകൾ എന്നിവയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനാണ് ഇത് സ്ഥാപിച്ചത്. അവസാനമായി വ്യക്തിഗത ഡാറ്റ സംരക്ഷണ ബിൽ 2019 നിർദ്ദേശിച്ചു. എന്നാലും ഇത് പൂർത്തീകരിച്ചിട്ടില്ല. JPC ശുപാർശകൾക്ക് മൂല്യമുണ്ടെങ്കിലും സർക്കാരിന് ഇതിൽ ബാധ്യതയില്ല. സർക്കാരിന് അത് അംഗീകരിക്കുകയോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ അന്വേഷണം ആരംഭിക്കുകയോ ചെയ്യാം. പാർലമെന്റിൽ സ്വീകരിച്ച നടപടി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തുടർ നടപടികൾ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ടുകൾ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നു. ഒരു സംയുക്ത പാർലമെന്റ് കമ്മിറ്റി ഒരു താൽക്കാലിക സംവിധാനമാണ്. സമയബന്ധിതമായ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഉദ്ദേശം പരിഹരിച്ച് വിശദമായ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ സമിതി അഥവാ JPC തിരിച്ചുവിടുകയും ചെയ്യും.